കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ വളരെ സന്തോഷം. ഇന്ന് ദീപാരാധന കൂടി തൊഴാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ദീപാരാധന കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഭാഗ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്ന് നിൽക്കലും ദീപാരാധന സമയമായി. അപ്പോൾ ദീപാരാധനയുടെ ആ ഒരു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടി എന്തായാലും. അപ്പോൾ അതും ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ദീപാരാധനയ്ക്കായിട്ട് നട അടച്ചപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. അങ്ങനെ നട അടച്ച് പൂജ കഴിഞ്ഞ് തുറക്കുമ്പോൾ ആദ്യം തന്നെ ആരതി ആണ്. ആ ദീപത്തിൻ്റെ ആ ഭഗവാന്റെ ആ ചൈതന്യം നമ്മൾക്ക് കാണാൻ കഴിയും. ഉച്ചയ്ക്ക് നമ്മൾ തൊഴുതതിനെക്കാട്ടിലും ഉപരിയായിട്ട് ആ ദീപം അങ്ങനെ അടുത്തെത്തുമ്പോൾ ഭഗവാന്റെ ആ കണ്ണുകളൊക്കെ മിന്നുന്ന പോലെ തോന്നും നമുക്ക്. അല്ലെങ്കിൽ ഇന്ന് കുസൃതിയായിട്ട് ആ വെണ്ണക്കണ്ണനാണ്, കൈ നിറച്ച് വെണ്ണയായിട്ടുള്ള ആ ഉണ്ണിയനെയാണ്. അപ്പോൾ അതൊന്നുകൂടി മനസ്സിലേക്ക് തട്ടുന്ന തരത്തിലായിട്ട് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് കർപ്പൂരാരതി, അതും വളരെ കേമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിലിങ്ങനെ ആരതികളിങ്ങനെ ഒഴിയുമ്പോൾ ആ ഒരു ദീപത്തിൻ്റെ പ്രഭയിൽ സ്വതവേ നെയ്വിളക്കിൻ്റെ പ്രഭ അത് കൂടെ ഇതും കൂടി ആകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ അത് കണ്ടിറങ്ങി തൊഴുതിറങ്ങി, അത് വളരെ സന്തോഷം. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തൊഴുതു വന്ന് ഭഗവതിയുടെ അടുത്തെത്തി. എടത്തരികത്തുകാവിലെ ഭഗവതി ഇന്ന് അതിസുന്ദരിയായിട്ട് തന്നെയാണ് ഇന്നിരിക്കുന്നത്. ഇന്ന് അമ്മയും വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ചുവന്ന പട്ടെടുത്ത് നല്ല പ്രൗഢിയോടെയാണ്, മുഖമൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല കവിളൊക്കെ ഉള്ള അമ്മയായിട്ടാണ്. വളരെ രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം സ്വർണ്ണ മാലകൾ അണിഞ്ഞിട്ടുണ്ട്, സാധാരണ മാലകളുണ്ട്. പിന്നെ അതേപോലെ ഇന്നലെ പച്ച പട്ടായിരുന്നു പുറകു വശത്തുള്ള പോലത്തെ, ഇന്നത് വെളുത്ത പട്ടാണ്. അതും നല്ല രസമായിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ രസം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തോന്നുക തൃശൂലം പോലെ 3 ഇതളുകളാണ്, പൂവിൻ്റെ ഇതളുകളെ കൊണ്ട് കുറി തൊട്ട പോലെയാണ്. അത് തൃശൂലം പോലെ തോന്നും. അപ്പോൾ എന്താ വെച്ചാൽ അമ്മയുടെ ആ ഒരു മഹാദേവൻ്റെ ചൈതന്യം കൂടിയുള്ള ആ ഒരു അവസ്ഥയാണ്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ ആ തൃശൂലം പോലെ തന്നെ. പിന്നെ അതുമല്ല, മുഖത്ത് നിന്ന് നല്ല ആകർഷണമാണ് ഭഗവതി ഇങ്ങനെ വളരെ. അതിപ്പോൾ എന്താ വെച്ചാൽ ആങ്ങളവിടെ നല്ല ആകർഷണത്തിലിരിക്കുമ്പോൾ പെങ്ങൾ മോശമാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാ അലങ്കാരങ്ങളും കറക്റ്റായിട്ടിരിക്കുന്ന സമയമാണ്. അത് ആ തൃശൂലത്തിൻ്റെ ഒരു കാഴ്ചയാണ് എനിക്കിന്ന് മനസ്സിൽ തോന്നിയത്. പിന്നെ അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ദീപാലങ്കാരമായിട്ടിരിക്കുന്ന സമയമാണല്ലോ. ദീപാരാധന സമയം എന്ന് പറഞ്ഞാൽ തന്നെ അമ്പലം മൊത്തം എല്ലാ വിളക്കുകളും തെളിഞ്ഞിരിക്കുന്ന, അതൊരു എന്താ പറയുക, നയനാനന്ദകരമായ ആ ഒരു കാഴ്ചയാണ്. അതാണെന്ന് കാണാൻ പറ്റിയത്. അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ അയ്യപ്പസ്വാമിയുടെ അവിടെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അലങ്കാരമുണ്ട്, മുഖത്തൊക്കെ നന്നായിട്ട് കളഭം ചാർത്തിയിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ട് തന്നെയാണ് അവിടെ. ഇന്ന് എല്ലായിടത്തും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം, മഹാഭാഗ്യം എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ടുമായിട്ട് നിങ്ങളോട് വരുന്നത്. അതുപോലെ ഇന്ന് അത് കഴിഞ്ഞ് കുറച്ച് സമയം ലൈവ് വന്നിരുന്നു. എല്ലാവർക്കും കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ആ ലൈവിന് ഒപ്പം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഇനി ലൈവായിട്ട് വരാം. ഏതായാലും വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതൊക്കെ കണ്ടോളൂ. വൈകുന്നേരത്ത് നമുക്ക് ലൈവായിട്ട് വരാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.